ഈ സിനിമാ താരങ്ങളോട് ആരാധന മൂത്ത് അവർക്ക് വേണ്ടി ക്ഷേത്രങ്ങൾ പണിയുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ഇത്തരം ക്ഷേത്രങ്ങളിൽ പലരെങ്കിലും പോയിട്ടുണ്ടാകാം. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയ്ക്കായി ഒരു ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ കുടപ്പനക്കുന്നിന് സമീപമാണ്. ഈ ഒരു ക്ഷേത്രം ഇവിടുത്തെ നാട്ടുകാർക്ക് മാത്രമല്ല, പലർക്കും ഒരു അത്ഭുതമാണ്. ശിവദാസൻ പിള്ള അധ്യാപകനായിരുന്നു. ഞാൻ പണ്ട് തന്നെ വീടിൻ്റെ ഉമ്മറപ്പടിയിൽ ഭരണഘടനയാണ് ഈ വീടിൻ്റെ ഐശ്വര്യം എന്നെഴുതി വെക്കാറുണ്ടായിരുന്നു. ആത്മീയത ഏറ്റവും തിളങ്ങി നിൽക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെയാണ്. അതായത് ബുദ്ധമത തത്വങ്ങൾ തൊട്ട് ഭഗവത്ഗീത തൊട്ട് എല്ലാ ആത്മീയ മൂല്യങ്ങളും നമ്മുടെ ഭരണഘടനയിലുണ്ട്. അതുകൊണ്ട് അതിനെ ഒരു മതഗ്രന്ഥമായി തന്നെ കാണണം എന്നാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത്. വ്യത്യസ്തമായ മതങ്ങൾ പരസ്പരം സ്പർദ്ധയുണ്ടാക്കാൻ, സ്നേഹക്കുറവുണ്ടാക്കാനും മാത്രമേ കാരണമാകുന്നുള്ളൂ. ആത്മീയമായ മൂല്യങ്ങൾ മതങ്ങളിൽ കുറഞ്ഞു വരും. അപ്പോൾ ഇന്ത്യക്ക് നമുക്ക് ആകെ കൂടി ഒരു മതത്തെ വളർത്തിക്കൊണ്ട് വന്നുകൂടെ? അല്ലെങ്കിൽ ഒരു സെക്കൻഡറി മതമായിട്ട് ഈ ഭരണഘടനയെ ഉൾക്കൊണ്ടുകൂടെ? അതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഓരോ നവംബർ 26 ഭരണഘടനാ ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കാറുണ്ട്. ആ ആഘോഷം എന്ന് പറയുന്നത് ഇവിടെ പൂജയോ മന്ത്രമൊന്നുമല്ല. അന്ന് മെഡിക്കൽ ക്യാമ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ അതുപോലുള്ള വർക്കുകൾ, മനുഷ്യന് ഉപകാരപ്പെടുന്ന പല കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു വരുന്നത്. ഇപ്പോൾ അംബേദ്കർ ജയന്തി ഈ ഏപ്രിൽ 14 കഴിഞ്ഞു. അന്ന് ഒരു ഉത്സവ ദിനമായിട്ടാണ് നമ്മളിതിനെ പറയുന്നത്. അപ്പോൾ ആ ഉത്സവത്തിന് നമ്മൾ ചെയ്തത് രക്തദാനം, നേത്രദാനം, അവയവദാനം തുടങ്ങിയ പരിപാടികളാണ്. ഈ ഭരണഘടനാ ക്ഷേത്രത്തിൽ ആദ്യം വരുന്ന ഒരു VIP നമ്മുടെ ജസ്റ്റിസ് ഹരിഹരൻ സാറാണ്. അദ്ദേഹം വന്ന അന്ന് തന്നെ നമ്മൾ അഡ്വൈസ് ചെയ്ത കൂട്ടത്തിൽ ഒരു പ്രധാന കാര്യം പറഞ്ഞത്, വരും കാലത്ത് ചിലപ്പോൾ നോമിനേഷൻ കൊടുക്കാൻ പോകുന്ന ഒരു സ്ഥാനാർത്ഥി വരേണ്ട ക്ഷേത്രം ഇതായിരിക്കും. അതുകൊണ്ട് ഈ ലൊക്കേഷനിൽ നിന്ന് മാറ്റി എവിടെയെങ്കിലും പുനഃസ്ഥാപിക്കണം എന്ന് ആവശ്യപ്പെടുകയുണ്ടായി. ദൂരെ നിന്നൊക്കെ അന്വേഷിച്ച് വരുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് പട്ടാളക്കാരുടെ ക്യാമ്പിൽ വന്ന ഒരു ഗ്രൂപ്പ് ആളുകൾ വന്നിരുന്നു. കേന്ദ്ര മന്ത്രി മുരളി ഒരിക്കൽ വിസിറ്റ് ചെയ്തു. സുപ്രീം കോടതിയിൽ നിന്നൊരു അഡ്വക്കേറ്റ് വന്നിരുന്നു. അവരുടെയൊക്കെ ഡയറി എഴുതിച്ചിട്ടാണ് നമ്മൾ വിടുന്നത്. ഇനി മുന്നോട്ടുള്ള പരിപാടികളെന്ന് പറയുന്നത്, ഞാൻ ഭരണഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആശയങ്ങളുള്ള റീൽസ് മേക്കിങ്ങിന്, അതുപോലെ സാഹോദര്യത്തെ വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള റീൽസ്, ഇങ്ങനെയുള്ള റീൽസിൻ്റെ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു കോമ്പറ്റീഷൻ തന്നെ നടത്താൻ ആഗ്രഹിക്കുക. 1 മിനിറ്റ് ഉള്ള വീഡിയോ. അപ്പോൾ ആ വീഡിയോയുടെ അവസാനം ഈ നമ്മുടെ മനസ്സിൻ്റെ ഒത്തിരിയും പ്രശ്നങ്ങളുണ്ട്. അതിനെ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള വൈഷമ്യങ്ങൾ, ഈ മനുഷ്യന്മാരുടെ ഒരു കാര്യം എന്നുള്ളൊരു ഹെഡിങ്ങിൽ വീഡിയോസ് കോമ്പറ്റീഷനാണ്, റീൽസാണ് നമ്മളിനി ഭാവി പരിപാടി ഉദ്ദേശിക്കുന്നത്.